ഹായ് ബ്ലാക്ക് മോളി. കുറച്ചും കൂടി അടുത്ത് വാടാ, എന്നിട്ട് ഈ ദോശക്കല്ലെടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. പാപ്പയുടെ കാര്യത്തിൽ തീരുമാനത്തൊന്നും തല വെറുപ്പിക്കല. നമ്മളങ്ങോട്ട് ഇറങ്ങുക. ദോശതാ, അല്ലെങ്കിൽ പട്ടിണിയാവും. ഞാൻ ആ ഓനച്ചനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ചീത്ത പറഞ്ഞു. അവനിങ്ങ് വരട്ടെ, അവൻ്റെ കാലും കഴിഞ്ഞ് തല്ലോടിക്കും ഞാൻ. അതൊന്നും വേണ്ട. അങ്ങനെ ഏതാ പാപ്പോയി ഇറങ്ങാൻ ഇനിയും ലേറ്റാവും. ഒരു പുൽസയും കാണാം. ഓടാ എടാ ഓനാച്ചൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. ആ ചേച്ചി. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയൽ അത് വായിക്കരുതെന്ന്. ചീറ്റ്. അയ്യേ, കരിച്ചി. കുറച്ചേ കരിഞ്ഞുള്ളൂ. ഈ മോളിയുടെ ദോശയ്ക്ക് ഉപ്പില്ല. ഇനി ഇതും പറഞ്ഞ അങ്ങോട്ട് ചെന്നാൽ മതി. മോളി ചേച്ചിന് ഉപ്പിലിടും. ഇപ്പൊ ഉപ്പ് കൂടിപ്പോയി. എന്നാ തിന്നണ്ട. ഇത് കരിയുന്നില്ലല്ലോ. ആ, അത് കരിഞ്ഞോളൂ. ചൂട് നോക്കൂ. ആ ചൂട്. നീ ആ പാപ്പനോട് ചുറ്റിപ്പണം ചോദിച്ചോ? നാളെ തരാന്ന്. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു. അപ്പൊ വരും ചിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് തുഴഞ്ഞെത്തില്ലെന്നറിയാൻ. നമുക്കൊരു കാറ് വാങ്ങണം. 150 രൂപയുടെ ചിട്ടി പൈസ വാങ്ങാൻ ഒരു കാറ് വാങ്ങണം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ല, കൈക്കാശ് എത്രയുണ്ട്? 400. 400? ബാക്കി എന്തി? ആ ഗ്രേസിയുടെ പയ്യന് സ്കൂൾ ഫീസിന് കൊടുത്തു. ഇതിപ്പോ കൊറേ ഗ്രേസിക്ക് എന്ത് കൊടുത്താലാ ഫിലിപ്പിന്റെ ജാട കാണണം. ഈ കോളനിയിൽ അമ്മ അത്ര സ്കൂളിൽ പോകുന്നുള്ളൂ അവന്റെ വിചാരം. ആ, അത് ശരിയല്ലേ? എനിക്ക് ഫിലിപ്പിനോട് ഒന്ന് കുളിപ്പിക്കാൻ പറ. ഹലോ ലലിച്ച, അമ്മ ഒന്ന് മിണ്ടാതിരി. ആ, നാളെ ടൗണിൽ പോണ്ടേ? ലാലിച്ച, കാശിന്റെ കാര്യം. അപ്പൊ ശരി. ആഹാ ചേച്ചിയേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടമുണ്ടാ. ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേ രക്ഷോട്ടനെ. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കുമെന്ന്. ഓനച്ചൻ വരുന്നുണ്ട്. ഞാൻ പോവാ. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ.
സ്മിത്ത് സാർ ഉള്ളോണ്ട് ഇവ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇവന്മാരോട് ചമ്മി നാറിയേന. അയ്യേ, എന്താടാ ഞാനെന്തിനാ വന്ന് ശാവമേ? നിന്നെ ഇറക്കാൻ മുഖ്യമന്ത്രി വരുവാടാ. സാറി പത്രമായിരേ അറിയാതെ ഇതായിരിക്കും അല്ലടാ പോയി. എന്റെ ദൈവമേ, അപാര കോമഡി ആയി പോയി. താൻ കാര്യം പറയ്, എന്ത് ശരിയാടോ ഇത്? ഇയാൾക്ക് പ്രാന്തടാ. എടാ, ഇവൻ ഒരു മാല പൊട്ടിച്ചോണ്ട് ഓടി. അതിന് എന്നിട്ടെന്താ കേസില്ലാത്തത്? അതെന്താ കേസില്ലാത്തത്? ഇവൻ പൊട്ടിച്ചോണ്ട് ഓടിയ മാലേ മുക്കുവണ്ടമായിരുന്നു. അയ്യേ, ഈ കോമഡി പറയാനാണ് അയാൾ ഇത്രയും കിടന്ന് ഇരിച്ചത്. എനിക്ക് അന്നേരം അറിയാം ഇത് നല്ല കോമഡിയാണ്. എന്നെ കൂടെ കൊണ്ടുപോടാ. ഹായ്, എന്താ ക്ലാസ്സില്ലേ? ലാസ്റ്റ് പീരീഡ് ഇല്ല, 4 വേണം. എന്തിനാ എപ്പോഴും ഒരേ നിർത്തലുള്ള എന്നെ കൊണ്ടുവന്നേ? ചുമ്മാ എന്നാ, ഇല്ല വേണ്ട. എടുത്തോ. നിനക്ക് ആ തട്ടേറ്റ പെണ്ണിന്റെ പിന്നാലെ പോകാതെ അതിനെങ്ങാണ്ട് വിളിച്ചോടെ. ഞാനെങ്ങാനും ആയിരിക്കണം. അത് ശരിയല്ല. വന്ന് ഈ കളവിന് കൊച്ചിന്റെ പുറകെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെയൊക്കെ പേടിച്ച് വേണ്ട. ഷാരൂഖ് ഖാൻ തുടങ്ങി. സ്കൂളിന്റെ പിന്നിൽ കടയിട്ടത് നന്നായി, മുന്നിലായിരുന്നെങ്കിൽ പെട്ടേൻ. എന്റെ അമ്മോ, പാപ്പരെ കൊണ്ട് ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എവിടെ ചെന്നാലും ഇവന്മാർ സ്വൈര്യം തരില്ല. നായിന്റെ മക്കൾ. നീ വെറുതെ ആമനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളുക്കി കിടന്ന എണ്ണയിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി അകത്ത് പോയിടാ. എത്ര ദോശ വേണം? 8. ഇതാ 10 ഉണ്ട്. 8 മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ, എന്നാ പോയിക്കോ, രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ, ചമ്മന്തി. വായ എടുക്കണ, അല്ല ഈച്ചങ്ങേറിപ്പോ.